വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു നിയമമാണ്, ഗാർഹിക പീഡന നിരോധന നിയമം. നമുക്ക് എല്ലാവർക്കും അറിയാം, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 നിങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലേ? അപ്പൊ ഈ നിയമത്തെ കുറിച്ച് ഇപ്പൊ പരീക്ഷകൾക്കൊക്കെ നിയമങ്ങൾ വളരെ പ്രധാനമായിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ നിയമം, എന്നാ വന്നേ, അപ്പൊ അതുമായിട്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്ന് ക്ലാസ്സിൽ പഠിക്കൂ കേട്ടോ. അപ്പോ എന്താണ് ഗാർഹിക പീഡന സംരക്ഷണ നിയമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമുക്ക് ആദ്യം തന്നെ മനസ്സിലാക്കാം. ഭരണഘടന സ്ത്രീകൾക്ക് ധാരാളം അവകാശങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. അത് ഫലപ്രദമായിട്ട് നടപ്പിൽ വരുത്തുന്നുണ്ടോ, അല്ലെങ്കിൽ നടപ്പിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താ പറയാ, സ്ത്രീകൾക്ക് സംരക്ഷണം കിട്ടുന്നുണ്ടോ, ഇതൊക്കെ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട്, കുറച്ചും കൂടിയും എന്താണ് സ്ത്രീകളുടെ സംരക്ഷണം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ ഭരണഘടന പ്രകാരം നമ്മുടെ പാർലമെന്റിൽ പാസ്സാക്കി കൊണ്ടുവന്നിട്ടുള്ള നിയമമാണ് എന്ത് പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005 എന്ന് പറയുന്നത്. ഈ ആക്ട് എന്താണ് ലക്ഷ്യം വെക്കുന്നത്, ഇതിന്റെ ലക്ഷ്യം എന്താണെന്ന് പറയാം. രണ്ട് ലക്ഷ്യങ്ങളാ പറയുന്നത്. ലക്ഷ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നിങ്ങൾ പഠിക്കുക തന്നെ വേണം കേട്ടോ. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീകൾക്കുള്ള അവകാശങ്ങൾ കൂടുതൽ കാര്യക്ഷമമായി സംരക്ഷിക്കുക ഒരു ലക്ഷ്യം. അപ്പൊ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്ത്രീ അവകാശങ്ങളുടെ സംരക്ഷണം, സിമ്പിൾ ആയിട്ട് പറയാച്ച അതാണ് ഒരു ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം നോക്കൂ, കുടുംബത്തിനകത്തോ കുടുംബമായി ബന്ധപ്പെട്ടതോ അതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചതോ ആയ ഏത് തരം അക്രമത്തിനും ഇരയാകുന്ന സ്ത്രീകളുടെ സംരക്ഷണത്തിന്. അപ്പൊ നമ്മൾ എടുത്തു പറയേണ്ട ഗാർഹിക പീഡനം, അപ്പൊ ഒരു വീടിനകത്തോ ആ കുടുംബവുമായിട്ട് റിലേറ്റഡ് ആയിട്ടോ ആ സ്ത്രീക്ക് എന്ത് തരത്തിലുള്ള അക്രമം ആ സ്ത്രീ നേരിടേണ്ടി വന്നോ അതിനൊക്കെയുള്ള സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് എന്തു കൊണ്ടുവന്നിട്ടുള്ളത്, ഗാർഹിക പീഡന സംരക്ഷണ നിയമം കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. അപ്പോ ഈ നിയമം, ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്നപ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. 2005 സെപ്റ്റംബർ 13 നമ്മുടെ ഈ ആക്ട്, ഈ നിയമം അന്നത്തെ പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം സൈൻ ചെയ്യാണ്. അപ്പോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ് ആരാണ്, ഡോക്ടർ APJ അബ്ദുൽ കലാം ആണ്. എന്നാണ് അദ്ദേഹം സൈൻ ചെയ്തത്, 2005 സെപ്റ്റംബർ 13 അന്ന് ആരായിരുന്നു പ്രധാനമന്ത്രി, ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു. എന്നാൽ 2005 സെപ്റ്റംബർ 13 നിയമം നിലവിൽ വന്നുവോ, ഇല്ല. എന്നാ നിയമം നിലവിൽ വന്നേ, 2006 ഒക്ടോബർ 26 എന്ന് വന്നു. 2006 ഒക്ടോബർ 26 എന്ത് നിലവിൽ വന്നത്, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയുന്ന ഈ നിയമം നിലവിൽ വന്നത്. അപ്പൊ ഗാർഹിക അതിക്രമങ്ങളിൽ നിന്നും വനിതകളെ സംരക്ഷിക്കുന്ന നിയമം, അതാണ് ഇതിന്റെ മലയാളം. എന്താ, പ്രൊട്ടക്ഷൻ ഓഫ് വുമൺ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്. ആക്ട് വന്നത് 2005 ആക്ട് പ്രസിഡന്റ് സൈൻ ചെയ്തത് 2005 സെപ്റ്റംബർ 13. ആക്ട് നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26. ആക്ടിൽ സൈൻ ചെയ്ത പ്രസിഡന്റ് APJ അബ്ദുൽ കലാം. ആക്ട് നിലവിൽ വന്നപ്പോഴത്തെ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ്. ഇനി ആക്ടിനെ കുറിച്ച് പറയാണ്. ഈ ആക്ടില് 5 അധ്യായങ്ങളുണ്ട്. 5 അധ്യായങ്ങൾ അടങ്ങുന്ന നിയമമാണ് ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് 2005. 5 അധ്യായങ്ങളിൽ 37 വകുപ്പുകൾ എഴുതി തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ ആക്ടിന്റെ 5 അധ്യായങ്ങളിലായി 37 വകുപ്പുകളുണ്ട്. എത്ര അധ്യായങ്ങൾ, 5 അധ്യായങ്ങൾ. വളരെ കുറവുള്ളൂ അല്ലെ, അധ്യായം 5 അധ്യായമുള്ളൂ, പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. 37 വകുപ്പ്. ആദ്യത്തെ അധ്യായത്തില് പ്രാരംഭം, അതായത് ഒരു ഇൻട്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങൾ പറയാണ്. രണ്ടാമത്തെ അധ്യായത്തില് ഗാർഹിക അതിക്രമത്തെ കുറിച്ച് പറയുന്നു. അപ്പൊ 2-ാം അധ്യായത്തിൽ ഗാർഹിക അതിക്രമം എന്താണെന്ന് പറയുന്നു. 2-ാമത്തെ അധ്യായത്തില് സെക്ഷൻ 3 വളരെ പ്രധാനം. 2-ാം അധ്യായത്തിൽ സെക്ഷൻ 3 ഗാർഹിക അതിക്രമത്തിന് എന്ത് കൊടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ ഡൊമസ്റ്റിക് വയലൻസിന് ഡെഫിനിഷൻ അഥവാ നിർവചനം കൊടുത്തിരിക്കുന്നു. എന്താണ് ഡൊമസ്റ്റിക് വയലൻസ് എന്ന് നിർവചനം കൊടുത്തിരിക്കുന്നത്, ഇത് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യമാണ്, ശ്രദ്ധിച്ച് കേൾക്കുക. മാനസികമായോ ശാരീരികമായോ പരാതിക്കാരിയെ ഉപദ്രവിക്കുകയോ മുറിവേൽപ്പിക്കുകയോ ചെയ്യുക, ആരോഗ്യ സുരക്ഷ,
ജീവൻ, ശാരീരിക അവയവങ്ങൾ, സ്വാസ്ഥ്യം എന്നിവ അപകടത്തിലാക്കുകയോ അതിനു മുതിരുകയോ ചെയ്യുക. അതായത് ഒരു സ്ത്രീയെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ഉപദ്രവിച്ചാൽ അത് ഗാർഹിക പീഡന നിയമത്തിൽ വരും. ക്ലിയർ ആയോ? ഇനി അടുത്തത് ആ സ്ത്രീയുടെ ആരോഗ്യ സുരക്ഷ, ആരോഗ്യത്തിന് എന്തെങ്കിലും പ്രശ്നം വരുന്ന രീതിയിൽ പെരുമാറിയാൽ, ജീവിത സുരക്ഷ അതായത് ജീവൻ എന്തെങ്കിലും പ്രശ്നം വരുന്ന രീതിയിൽ പെരുമാറിയാൽ, ശാരീരിക അവയവ സ്വാസ്ഥ്യം അതായത് നമ്മുടെ ശരീരത്തിൽ ആ സ്ത്രീയുടെ ശരീരത്തിലുള്ള അവയവങ്ങൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ വരുത്തുന്ന രീതിയിൽ പെരുമാറിയാൽ, ഇതൊക്കെ അതിനുള്ള അപകടത്തിന് മുതിർന്നാൽ ഒക്കെ തന്നെ ഗാർഹിക അതിക്രമത്തിൽ വരും. കൂടാതെ ശാരീരികമോ ലൈംഗികമോ വാചികമോ സാമ്പത്തികമോ ആയ ദുരുപയോഗം, ഭീഷണി തുടങ്ങിയവ. ശാരീരികമോ ആദ്യത്തത്, അതായത് ശരീരം കൊണ്ട് ശരീരത്തില് ഉപദ്രവം കൊടുക്കുക. ലൈംഗികമോ ലൈംഗികമായി അവരെ പീഡിപ്പിക്കുക. വാചികമോ അതായത് സംസാരം കൊണ്ട് അവരെ മുറിവേൽപ്പിക്കുക. സാമ്പത്തികമോ അവരുടെ സ്വത്തുമായിട്ട് റിലേറ്റഡ് ആയിട്ട് അത് ദുരുപയോഗം ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകിൽ ദുരുപയോഗം ചെയ്യുക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തുക. ഇതൊക്കെ തന്നെ ഗാർഹിക അതിക്രമത്തിന്റെ കീഴിൽ വരും. സ്ത്രീധനത്തിനോ സ്വത്തിനോ നിയമവിരുദ്ധമായ എന്തെങ്കിലും ആവശ്യം സാധിക്കുന്നതിനോ പരാതിക്കാരിയെയോ അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ള ആരെങ്കിലെയോ എതിർകക്ഷി നിർബന്ധിക്കുക, പീഡിപ്പിക്കുക, അപകടത്തിലാക്കുക. അപ്പൊ എന്താണ്? പരാതിക്കാരി ആ സ്ത്രീ അനുഭവിക്കുന്ന സ്ത്രീ മാത്രമല്ല, സ്ത്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കെങ്കിലുമോ ദോഷം ഉണ്ടാക്കിയാലും പ്രശ്നമാണ്. സ്ത്രീധനത്തിന് വേണ്ടിയിട്ട് സ്ത്രീയെ അല്ലെങ്കിൽ സ്ത്രീയുടെ അമ്മയെ അച്ഛനെ അവരെയൊക്കെ ഭീഷണിപ്പെടുത്താം അല്ലെ? സ്വത്തിന് വേണ്ടിയിട്ട് നിയമവിരുദ്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീയെയോ അല്ലെങ്കിൽ സ്ത്രീക്ക് വേറെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെയൊക്കെ പീഡിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താലും ഒക്കെ തന്നെ ഏതിന്റെ കീഴിൽ വരും? ഗാർഹിക അതിക്രമത്തിന്റെ കീഴിൽ വരും എന്നാണ് പറയണത്. ക്ലിയർ ആയില്ലോ? ഇനി അടുത്തത് പറയണത് അപ്പോ ഇതാണ് സെക്ഷൻ 3 അനുസരിച്ച് അധ്യായം 2 സെക്ഷൻ 3 ഗാർഹിക അതിക്രമത്തെ കുറിച്ച് പറയുന്നു. വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. അധ്യായം 5 അധ്യായങ്ങളേ ഉള്ളൂ. ആദ്യത്തെ അധ്യായം പ്രാരംഭ കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയാണ്. രണ്ടാമത്തെ അധ്യായം ഗാർഹിക അതിക്രമത്തെ കുറിച്ച് പറയുന്നു. രണ്ടാമത്തെ അധ്യായത്തിൽ സെക്ഷൻ 3 ഗാർഹിക അതിക്രമം അഥവാ ഡൊമസ്റ്റിക് വയലൻസിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നു. അതിൽ വരുന്ന ആൾക്കാരാണ് നമ്മൾ പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞു മാനസികമോ ശാരീരികവുമായിട്ട് ഉപദ്രവിക്കുക, മുറിവേൽപ്പിക്കുക. ആരെ? അതായത് ആർക്കാണ് സംരക്ഷണം കിട്ടേണ്ടത്? അങ്ങനെ ആ സംരക്ഷണം ലഭിക്കുന്ന ആർക്കാന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ പറയാ? ഒരേ വീട്ടിൽ വിവാഹം വഴി ഉള്ള ബന്ധത്തിലുള്ളതോ ദത്ത് ബന്ധത്തിലുള്ളതോ അല്ലെങ്കിൽ രക്തബന്ധത്തിലുള്ളതോ ആയ ഒരു പുരുഷനാൽ പീഡിപ്പിക്കപ്പെടുന്ന സ്ത്രീകൾക്ക് ഈ നിയമപ്രകാരം സംരക്ഷണം കിട്ടും. അപ്പൊ ആർക്കാ സംരക്ഷണം കിട്ടണമെന്നാ പറയണേ? ഒന്നില്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, ഒരേ വീട്ടിൽ ഒരേ കൂരയ്ക്കുള്ളിൽ താമസിക്കുന്ന വിവാഹം വഴിയുള്ള ബന്ധത്തിലുള്ളതാകാം, ദത്ത് ബന്ധത്തിൽ വഴിയുള്ളതാകാം, രക്തബന്ധത്തിൽ വഴിയുള്ളതാകും. ഈ 3 രീതിയിലും ഒരു വീടിന്റെ ഉള്ളിൽ താമസിക്കുന്ന ഒരു ലേഡിക്ക് ഒരു പുരുഷനാൽ എന്തൊക്കെ പീഡനം സഹിക്കേണ്ടി വരുന്നോ ആ സ്ത്രീക്കാണ് സംരക്ഷണം കിട്ടുക. നെക്സ്റ്റ് വൺ, ഈ സ്ത്രീ എന്ന് പറയുന്നതില് വിധവയും കുട്ടിയും ഒക്കെ പെടും, കുട്ടികളും ഒക്കെ പെടും കേട്ടോ. കുട്ടികളാണെങ്കിൽ നേരത്തെ പറഞ്ഞതാണ് ദത്തെടുത്തതോ അല്ലെങ്കിൽ വളർത്തുന്ന കുട്ടിയോ അങ്ങനെയുള്ള കുട്ടികളാവാം. പക്ഷെ കുട്ടികൾ എന്ന് പറയുന്ന കാറ്റഗറി 18 വയസ്സിൽ താഴെയുള്ള വ്യക്തികളാണ്. അപ്പൊ 18 വയസ്സിൽ താഴെയുള്ളവരെ നമ്മൾ കുട്ടികൾ എന്ന് പറയും. അല്ലെങ്കിൽ വിധവകളാവാം, അല്ലെങ്കിൽ ഏത് സ്ത്രീ സാധാരണ രീതിയിലുള്ള ഇപ്പൊ കല്യാണം കഴിഞ്ഞ് താമസിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞില്ല, അവരൊക്കെ ആവും. ഇനി നിയമപരമായി വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലെങ്കിലും ഒരു വീട്ടിൽ കഴിയുന്ന ഒരു പുരുഷനിൽ നിന്ന് പീഡനം അനുഭവിക്കുന്ന സ്ത്രീ, ഇപ്പൊ നമുക്കറിയാം അല്ലെ, അതായത് പുരുഷനും സ്ത്രീയും ലിവിങ് ടുഗദർ ആയിട്ട് താമസിക്കുന്നുണ്ട്. അപ്പൊ ഇവര് തമ്മിൽ വിവാഹം ചെയ്തതിന്റെ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, മാരേജ് സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. അപ്പൊ നിങ്ങൾ ഈ നിയമത്തിന്റെ കീഴിൽ വരില്ല എന്ന് പറയാൻ പറ്റില്ല. ആ പുരുഷൻ ആ സ്ത്രീയുടെ കൂടെ ഒരു കൂരയ്ക്ക് കീഴിൽ, അതായത് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടോ, അപ്പൊ അവിടെ പ്രശ്നമാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തിനെതിരെ നമുക്ക് കേസ് കൊടുക്കാം. അപ്പൊ പുരുഷനെതിരെ കേസ് കൊടുക്കാം. പക്ഷെ ഈ നിയമപ്രകാരം പുരുഷന് എന്ത് ചെയ്യാൻ പറ്റില്ല? പരാതി കൊടുക്കാൻ പറ്റില്ല. സ്ത്രീ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതി ഇവിടെ ഇല്ല. എന്ത് മാത്രമേ ഉള്ളൂ? പുരുഷന് ഒരു പരാതി കൊടുക്കാൻ പറ്റില്ല, സ്ത്രീക്ക് മാത്രമേ ഇവിടെ പരാതി കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ നോക്കുക, പരാതിയിൽ സ്ത്രീകളാണ്
അപ്പൊ നമ്മളോട് ചോദിക്കുകയാണ്, അതായത് സ്ത്രീകളാണെന്നുള്ളതുകൊണ്ട് കല്യാണം കഴിച്ചു വന്ന കുട്ടികൾക്ക് മാത്രമാണോ പരാതി കൊടുക്കാൻ പറ്റുക? അല്ല. അതായത് മരുമകൾക്ക് അമ്മായിയമ്മക്കെതിരെയും അമ്മായിയമ്മയ്ക്ക് മരുമകൾക്കെതിരെയും കേസ് കൊടുക്കാൻ പറ്റും. അപ്പോ അമ്മായിയമ്മമാര് മാത്രമാണ് മരുമകളെ പീഡിപ്പിക്കുക എന്നുള്ള ആ ഒരു കൺസെപ്റ്റിന്റെ ഉള്ളിലൊന്നല്ല ഏത് നിയമം നിൽക്കുന്നത്, ഈ ഡൊമസ്റ്റിക് വയലൻസ് നിൽക്കുന്നത്. തിരിച്ചുണ്ടാവാലോ. അപ്പൊ അതുകൊണ്ട് ആർക്കും കൊടുക്കാം. അത് മരുമകൾക്കെതിരെ ആർക്കും കൊടുക്കാം, അമ്മായിയമ്മയ്ക്ക് കൊടുക്കണ കേസുകളും ഇവിടെ വരും. പക്ഷെ പുരുഷന്മാർക്ക് എന്ത് കൊടുക്കാൻ പറ്റില്ല? കേസ് കൊടുക്കാൻ പറ്റില്ല. ഇനി നിയമത്തിന്റെ അധികാര പരിധിയിലുള്ളത് ആരാണെന്നാണ്. അപ്പൊ ഈ നിയമത്തിന്റെ അധികാര പരിധിയിൽ നിലവിൽ ഇന്ത്യയിലെ എല്ലാ ആൾക്കാരും പെടും, അല്ലെങ്കിൽ എല്ലാ സംസ്ഥാനങ്ങളും പെടും. എന്നാൽ ഈ നിയമം നിലവിൽ വന്ന സമയത്ത് ജമ്മു കാശ്മീർ പെടുന്നുണ്ടായില്ല. അന്ന് ജമ്മു കാശ്മീർ പ്രത്യേക സംസ്ഥാനമായിട്ട് നിലനിൽക്കായിരുന്നു. 2019 ഇപ്പൊ 2 കേന്ദ്രഭരണ പ്രദേശങ്ങളായിട്ട് അത് മാറിയില്ലേ? ഇപ്പൊ 2019 മുതല് ഇന്ത്യ മുഴുവൻ ഈ നിയമം ബാധകാണ്. ക്ലിയർ ആയില്ലോ? 2019 മുതല് ഈ നിയമം ഇന്ത്യ മുഴുവൻ ബാധകാണ്. അപ്പൊ ഇവിടെ സ്ത്രീയെ കുറിച്ച് പറയുന്നുണ്ട്. സ്ത്രീയാണ് പരാതിക്കാരി, അല്ലെ? അമ്മായിമ്മയാകാം, മരുമകളാകാം, ഏത് സ്ത്രീയാവാം, ആരെങ്കിലും ആവാം, കുട്ടികളാവാം, വിധവകളാവാം, ഒക്കെ ലേഡീസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ എതിർ കക്ഷി എന്ന് പറയുന്ന ഒരാളുണ്ട്, അല്ലെ? അപ്പോ അത് ഭർത്താവാം, ആരുവാണെങ്കിലും ആവാം. ഒന്നുകിൽ ഭർത്താവാം, അല്ലെങ്കിൽ എന്താ പറയാ, ഈ സ്ത്രീയുടെ ബന്ധുക്കളാകാം, അതായത് ഭർത്താവിന്റെ ബന്ധുക്കളാകാം, അല്ലെങ്കിൽ വിവാഹബന്ധ സ്വഭാവത്തിൽ ജീവിക്കുന്ന ആളാവാം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹബന്ധ സ്വഭാവത്തിൽ ജീവിക്കുന്ന പറഞ്ഞാൽ നമ്മൾ ലിവിങ് ടുഗദറുടെ കാര്യം പറയില്ലേ, അദ്ദേഹം ആവാം. അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ നമ്മൾ എന്ത് വിളിക്കും? എതിർ കക്ഷി എന്ന് വിളിക്കൂലോ. ആ എതിർ കക്ഷിയെ കുറിച്ച് പറയുന്ന സെക്ഷൻ ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലോ, സെക്ഷൻ 2 സബ്സെക്ഷൻ ക്യൂ. പി കഴിഞ്ഞ് ക്യൂ ഇല്ലേ, ക്യൂന്റെ ക്യൂ. അപ്പൊ സെക്ഷൻ എന്താ പറഞ്ഞത്? സെക്ഷൻ 2 സബ്സെക്ഷൻ ക്യൂ. അതിലാണ് എന്തിനെ കുറിച്ച് പറയുന്നത്? എതിർകക്ഷി. കുറെ സെക്ഷനുകളും കാര്യങ്ങളും ഒന്നും നമ്മളിവിടെ പഠിക്കാനില്ല. എത്ര വലിയ പരീക്ഷകളാണെങ്കിലും ഇത് വിട്ടിട്ടൊന്നും വരില്ല. അത്രയും ഡീറ്റെയിൽ ആയിട്ട് നിയമം മുഴുവൻ പഠിക്കാൻ നമ്മൾ നിയമ വിദ്യാർത്ഥികളല്ല. അതായത് ഒരു പരിധിയിൽ നിന്ന് നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ മിനിമം നിങ്ങൾ ഇത്രയെങ്കിലും പഠിച്ചു വെക്കണം. കുറെ അധികം ഒന്നും വലിച്ചു വാരി പറയുന്നില്ല. പക്ഷേ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുകയും വേണം കേട്ടോ. ഇനി അടുത്ത നമ്മൾ പറയാണ്, പീഡന പരിധിയിൽ എന്തൊക്കെ പീഡനങ്ങൾ പെടും? ശാരീരികമായിട്ടുള്ള പീഡനം പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു. മാനസികപരമായിട്ടുള്ള പീഡനം പെടും. ഓപ്ഷനിൽ തരാം. ലൈംഗികപരമായിട്ടുള്ള പീഡനം പെടും. സാമ്പത്തികപരമായിട്ടുള്ള പീഡനം പെടും. ചിലപ്പോൾ സാമ്പത്തികവും മാനസികവും ഒക്കെ നമുക്ക് എഴുതണമെന്ന് തോന്നണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമ്മൾ ശാരീരിക ലൈംഗിക പീഡനങ്ങളെയാണ് നമ്മൾ കൂടുതലും ഇമ്പോർട്ടൻസ് കൊടുക്കുക. പക്ഷെ ഇവയെല്ലാം 4 ഓപ്ഷൻ തന്നാൽ അതാണ് ഉത്തരം. അതായത് ശാരീരിക പീഡനം, സാമ്പത്തിക പീഡനം, മാനസിക പീഡനം, ലൈംഗിക പീഡനം. അപ്പൊ നമുക്ക് പറയാൻ വേണമെങ്കിൽ ശാരീരികവും ലൈംഗികവും 1 and 4, ഓപ്ഷൻ 1 and 4, ഓപ്ഷൻ 1, 2 and 3, അല്ലെ? ഓപ്ഷൻ അതായത് ഓൾ ഓഫ് ദം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഓപ്ഷൻ തന്നാൽ നമ്മളെല്ലാം എഴുതണം. ശാരീരിക പീഡനം, സാമ്പത്തിക പീഡനം, മാനസിക പീഡനം, ലൈംഗിക പീഡനം ഒക്കെ പീഡന പരിധിയിൽ വരും. ഇനി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത കാറ്റഗറിയിലേക്ക് പോവാണ്. ഇങ്ങനെ ഒരു സ്ത്രീ പീഡനത്തിന് ഇരയായി, അല്ലെങ്കിൽ അവരൊരു അതിക്രമത്തിന് ഇരയായി കഴിഞ്ഞാൽ ഇവര് ആരെ സമീപിക്കണം? ചില ഉദ്യോഗസ്ഥരെ ഇവർക്ക് സമീപിക്കാം. എന്തിനു വേണ്ടിയിട്ട്? ആ പീഡനത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് രക്ഷ നേടാൻ. ആരെ സമീപിക്കാം? ഇവർക്ക് വേണമെങ്കിൽ ഒരു പോലീസ് ഓഫീസറെ സമീപിക്കാം, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസറെ സമീപിക്കാം. പിന്നെ അതുപോലെ തന്നെ സർവീസ് പ്രൊവൈഡർ ഉണ്ട്, മജിസ്ട്രേറ്റ് ഉണ്ട്. 4 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ് ഈ ഗാർഹിക പീഡന നിയമവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ. അപ്പൊ പോലീസ് ഓഫീസർ എന്ന് പറഞ്ഞാൽ എല്ലാ പോലീസ് സ്റ്റേഷനിലും ആരുണ്ടാവും? ഈ ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യാൻ ഒരു പോലീസ് ഉണ്ടാവും, ഒരു പോലീസ് ഓഫീസർ ഉണ്ടാകും. അപ്പൊ ആരാ പ്രൊട്ടക്ഷൻ ഓഫീസർ? അതായത് കേരളത്തിൽ 14 ജില്ലകളുണ്ട്. ഈ 14 ജില്ലകളിലും ജില്ലാ അടിസ്ഥാനത്തിൽ സംസ്ഥാന സർക്കാർ പ്രൊട്ടക്ഷൻ ഓഫീസറെ അപ്പോയിന്റ് ചെയ്യുന്നു. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനാകാം എന്നേ ഞാൻ പറഞ്ഞുള്ളൂ. സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല. അയാള് ഒരു സർക്കാർ ഇതര സംഘടനാ പ്രതിനിധിയുമാകാം. സർക്കാർ ഇതര സംഘടനാ പ്രതിനിധിയുമാകാം. അത്തരം സംഘടന ഈ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയായിരിക്കണം. ആ സംഘടനയുടെ പ്രതിനിധിക്കോ സംഘടനയ്ക്കോ ആരാകാം? പ്രൊട്ടക്ഷൻ ഓഫീസർ ആകാം.
മനസ്സിലായോ? അപ്പോ ഇപ്പൊ സർക്കാർ അപ്പോയിന്റ് ചെയ്തതായിക്കോട്ടെ, ഈ സംഘടനയുടെ പ്രതിനിധി ആയിക്കോട്ടെ, സംഘടന ആയിക്കോട്ടെ, ആരായാലും അവർക്ക് ഒരു പബ്ലിക് സെർവന്റിന്റെ സ്റ്റാറ്റസ് ഉണ്ടാവും. അതായത് ഗവൺമെന്റ് പ്രതിനിധി ചെയ്യുന്ന പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ. കാരണം എന്തുകൊണ്ടാണെങ്കിൽ അങ്ങനെയാണ് പ്രൊട്ടക്ഷൻ ഓഫീസർ എന്നാണ് അദ്ദേഹത്തിന് പേര് കൊടുത്തേക്കണേ. ഈ പ്രൊട്ടക്ഷൻ ഓഫീസറെ കുറിച്ചും സർവീസ് പ്രൊവൈഡറെ കുറിച്ചും ഒക്കെ പറയുന്നത് ആരെയാണെന്നാ പറയുന്നത്? അല്ല, ഏത് അധ്യായത്തിലാണ് പറയുന്നത്? അധ്യായം 3-ലാണ്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർമാർ, സർവീസ് പ്രൊവൈഡർമാർ, അതായത് സേവനദാതാക്കൾ തുടങ്ങിയവരെ കുറിച്ച് പറയുന്നത് അധ്യായം 3-ൽ. അപ്പൊ ഞാൻ പറയാണ്, ഒന്ന് പറഞ്ഞു, പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും, പ്രൊട്ടക്ഷൻ ഓഫീസർ ജില്ലാടിസ്ഥാനത്തില്. അപ്പൊ ഒരാൾ തന്നെ ആണെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ. ജില്ലാ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ഒരാളെ ആയിരിക്കാം, ചിലപ്പോൾ ഒന്നിൽ കൂടുതൽ ആൾക്കാരെ ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടാവും. പരമാവധി ഗവൺമെന്റ് അവിടെ സ്ത്രീകളെ അപ്പോയിന്റ് ചെയ്യാനാണ് ശ്രമിക്കാറ്. സ്ത്രീകളുടെ പ്രശ്നങ്ങളല്ലേ കൂടുതൽ മനസ്സിലാക്കാൻ ആർക്കാ പറ്റുക? ഒരു സ്ത്രീക്കല്ലേ പറ്റുക. അപ്പൊ അതുകൊണ്ട് തന്നെ 99% പ്രൊട്ടക്ഷൻ ഓഫീസർ ആരായിരിക്കും? ഒരു സ്ത്രീ ആയിരിക്കും. എന്താ ഈ പ്രൊട്ടക്ഷൻ ഓഫീസർ ചെയ്യണേ? അദ്ദേഹം ഇവര്, അതായത് ആരാണോ അതിക്രമത്തിന് ഇരയായത്, ആ സ്ത്രീയുടെ സംരക്ഷണം, അവരുടെ പുനരധിവാസം തുടങ്ങിയ കാര്യങ്ങളൊക്കെ സഹായിക്കലാണ് ആരുടെ പണി? പ്രൊട്ടക്ഷൻ ഓഫീസറുടെ പണി, അല്ലെ? അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർ ചിലപ്പോൾ 99% സർക്കാർ ഉദ്യോഗസ്ഥനാകും, കൂടാതെ സർക്കാർ ഇതര സംഘടനയുടെ പ്രതിനിധിയും ആകാം എന്ന് നമ്മൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ ആളുടെ പേരെന്താണ്? സർവീസ് പ്രൊവൈഡർ. അങ്ങനെ ഒരാളും കൂടി ഇവിടെ ഉണ്ട്. അയാളെ നമ്മൾ മലയാളത്തിൽ സേവനദാതാവ് എന്ന് പറയും. എന്താണ് സേവനദാതാവ്? ഈ സേവനദാതാവ് ശരിയായിട്ടുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗവൺമെന്റ് പ്രതിനിധി അല്ല, അദ്ദേഹം ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു സംഘടനയോ ആകാം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, രജിസ്റ്റർ ചെയ്ത സംഘടനയോ ആ സംഘടനയുടെ പ്രതിനിധിയോ ആണ് ആരാവുള്ളൂ? സർവീസ് പ്രൊവൈഡർ ആവുള്ളൂ. പക്ഷെ പ്രൊട്ടക്ഷൻ ഓഫീസർ മിക്കപ്പോഴും 99% ആര് തന്നെയാണ്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ തന്നെയാണ് ആവുക കേട്ടോ. ഇനി അങ്ങനെ ആവണമെന്ന് നിർബന്ധമൊന്നുമില്ല, ഇവർക്കും ആവാം എന്ന് പറയുന്നുണ്ട്, നിയമത്തിൽ പറയുന്നുണ്ട്. ഇനി അപ്പോ നമ്മൾ പറഞ്ഞു സർവീസ് പ്രൊവൈഡർ നിയമത്തിന് കീഴിൽ രജിസ്റ്റർ ചെയ്ത ഒരു സംഘടനയുടെ പ്രതിനിധിയാവാം. ഇയാൾ എന്തൊക്കെ കാര്യങ്ങളാ ചെയ്യുക? സർവീസ് പ്രൊവൈഡർ ഇങ്ങനെ എന്തെങ്കിലും ശാരീരികമോ മാനസികവുമായിട്ട് പീഡനവുമായിട്ടുള്ള വന്നിട്ടുള്ള ഒരു ലേഡി ആയിരിക്കും. ശാരീരിക പീഡനങ്ങളൊക്കെ നേടി വന്നിട്ടുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് വൈദ്യസഹായം കൊടുക്കണ്ടേ? വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി വന്ന കുട്ടിയാണെങ്കിൽ അഭയം കൊടുക്കണ്ടേ? മാനസികപരമായിട്ട് വിഷമിച്ച് നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ കൗൺസിലിംഗ് ഫെസിലിറ്റീസ് കൊടുക്കണ്ടേ? അപ്പൊ ഇതൊക്കെയാണ് ആര് കൊടുക്കണേ? സർവീസ് പ്രൊവൈഡർ കൊടുക്കണേ. വൈദ്യസഹായം, അഭയകേന്ദ്രം, കൗൺസിലിംഗ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സർവീസ് പ്രൊവൈഡർ കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നോക്കുക, അപ്പൊ ഇതിനു വേണ്ടിയിട്ടാണ് ഇവർക്ക് സംഘടനയൊക്കെ ഉള്ളത്. അപ്പൊ സംഘടനയുടെ കീഴിൽ സ്ഥാപനങ്ങൾ ഉണ്ടാവും, അവരെ പാർപ്പിക്കാനുള്ള അഭയ കേന്ദ്രങ്ങളൊക്കെ ഉണ്ടാവും. ക്ലിയർ ആയല്ലോ? ഇനി വേറൊരാളും കൂടി ഇതിന്റെ പരിധിയിൽ വരുന്നുണ്ട്, നിയമത്തിന്റെ പരിധിയിൽ. അദ്ദേഹം ഒരു മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ് തന്നെ പലതരത്തിലുള്ള മജിസ്ട്രേറ്റുമാരുണ്ട്. അപ്പൊ എങ്ങനെയുള്ള മജിസ്ട്രേറ്റ് ആയിരിക്കണം? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റോ അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റോ ആണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. അപ്പൊ ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്ന മജിസ്ട്രേറ്റ് ആരാണ്? ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്. അപ്പോ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ കീഴിൽ വരുന്ന 4 ഉദ്യോഗസ്ഥർ ആരൊക്കെയാണ്? ഒരു പോലീസ് ഓഫീസർ ഉണ്ടാവും എല്ലാ പോലീസ് സ്റ്റേഷനിലും, ജില്ലാടിസ്ഥാനത്തിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ടാവും, ഒരു സർവീസ് പ്രൊവൈഡർ ഉണ്ടാവും, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഇവരൊക്കെ തന്നെ, അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റ്, ഇവരൊക്കെ എന്താ പറയുന്നത്? ഈ നിയമത്തിന്റെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥരാണ്. ഇനി പരാതി, ഒരു സ്ത്രീക്ക് അപകടം സംഭവിച്ചു, അവർ ആർക്ക് പരാതി കൊടുക്കണം? ഓപ്ഷൻ തരികയാണ്. സംരക്ഷണ ഉദ്യോഗസ്ഥൻ, സർവീസ് പ്രൊവൈഡർ, പോലീസ് ഓഫീസർ, മജിസ്ട്രേറ്റ്. ആർക്ക് പരാതി സമർപ്പിക്കാം? എല്ലാവർക്കും അവർക്ക് പരാതി സമർപ്പിക്കാം, അതിനൊന്നും കുഴപ്പമില്ല കേട്ടോ. ആർക്ക് വേണമെങ്കിലും സാധാരണ രീതിയിൽ ഒരു സ്ത്രീക്ക് എന്താണ് പരാതി സമർപ്പിക്കാം. അങ്ങനെ പരാതി കിട്ടിക്കഴിഞ്ഞാൽ ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മളൊരു റിപ്പോർട്ട് തയ്യാറാക്കണ്ടേ? ഇപ്പൊ പോലീസിലൊക്കെ ആണെങ്കിൽ FIR രജിസ്റ്റർ ചെയ്യില്ലേ അവര്? പോലീസ് കേസൊക്കെ ആകുമ്പോൾ നമ്മൾ പലപ്പോഴും സിനിമയിൽ കണ്ടിട്ടില്ലേ? FIR ഫയൽ ചെയ്തു, ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ? പ്രത്യേകിച്ച് പണ്ടത്തെ പോലെയല്ല, ഇന്നത്തെ കാലത്ത് എന്താണ് അതൊക്കെ എങ്ങനെയാണ്? ഒക്കെ കമ്പ്യൂട്ടറിലാണ്, ഡിജിറ്റലാണ്. അപ്പൊ പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. പണ്ട് പിന്നെയും എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു, ഇപ്പൊ തീരെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ നിയമപ്രകാരം പ്രശ്നങ്ങൾ പഠിച്ച് ഗാർഹിക സംഭവമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കാൻ റിപ്പോർട്ട് സമർപ്പിക്കണം. ആ റിപ്പോർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേര് ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് എന്നാണ്. എന്താ റിപ്പോർട്ടിന്റെ പേര്? ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട്, DIR. ഈ ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് ആരാ തയ്യാറാക്കണേ? ഒന്നുകിൽ
പ്രൊട്ടക്ഷൻ ഓഫീസറോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറോ. കാരണം ആ സ്ത്രീ പിന്നെ ആരുടെ കൂടിയാണ്? ഒന്നുകിൽ പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കൂടെ അയാളുടെ പ്രൊട്ടക്ഷനിൽ, അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡറുടെ കൂടെ. അപ്പൊ അവർക്കാണ് ഡയറക്റ്റ് ആയിട്ട് ഇവരോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി എന്താ പ്രശ്നങ്ങൾ എന്ന് കൃത്യമായിട്ട് അറിയാനും അതിനനുസരിച്ച് ഭംഗിയായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കാനും പറ്റുള്ളൂ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? അപ്പൊ എന്താ റിപ്പോർട്ടിന്റെ പേര്? ഡൊമസ്റ്റിക് ഇൻസിഡന്റ് റിപ്പോർട്ട് അല്ലേ? ആ റിപ്പോർട്ട് ആരാ തയ്യാറാക്കണേ? പ്രൊട്ടക്ഷൻ ഓഫീസറോ സർവീസ് പ്രൊവൈഡറോ ആണ് തയ്യാറാക്കണേ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. ഇനി അടുത്തത് നമ്മൾ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ നമ്മള് പ്രൊട്ടക്ഷൻ ഓഫീസറുടെ കാര്യം പറഞ്ഞു. അതായത് എന്താ പറയുന്നത്, പ്രൊട്ടക്ഷൻ ഓഫീസറെ കുറിച്ച് അധ്യായം 3 പറയുന്നു. അദ്ദേഹം ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനാകാം, അല്ലെങ്കിൽ സർക്കാർ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പ്രതിനിധിയൊക്കെ ആവാന്ന് പറഞ്ഞു. ഇനി അടുത്തത് യോഗ്യത, ആദ്യത്തെ യോഗ്യത ഒന്നുകിൽ ഒരു സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന് പറഞ്ഞു. ഇനി അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, സർക്കാർ ഇതര സംഘടനാ പ്രതിനിധിക്ക് ആവാന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിട്ട് അയാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾക്ക് 3 വർഷം കുറഞ്ഞത് സാമൂഹ്യ സേവന രംഗത്ത് പരിചയമാണ്. മനസ്സിലായോ? അപ്പോ ഒന്നുകിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാവണം, പ്ലസ് സർക്കാർ ഉദ്യോഗസ്ഥനെ കൂടാതെ 3 വർഷം സാമൂഹിക രംഗത്ത് പരിചയം ഉണ്ടാവണം, അല്ലെങ്കിൽ എന്താ പറയുന്നത്, ഈ 2 കാര്യങ്ങളും വേണം. പ്ലസ് ഇയാളെ അപ്പോയിന്റ് ചെയ്തതിന് ശേഷം എല്ലാ കാലാകാലത്തോളം ഇയാൾ റിട്ടയർഡ് ആവണ വരെ ഇയാൾക്ക് പ്രൊട്ടക്ഷൻ ഓഫീസർ ആയിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. 3 വർഷേ പ്രൊട്ടക്ഷൻ ഓഫീസർ എന്ന് പറയുന്ന പദവി ഇദ്ദേഹത്തിന് കൊടുക്കുകയുള്ളൂ. അടുത്തതോ, ഇങ്ങനെയൊക്കെയാണെങ്കിൽ കൂടി പദവി കൊടുക്കാൻ 99% ആർക്കാണ് പ്രിഫറൻസ് കൊടുക്കുക? വനിതകൾക്ക്. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർ ആവാൻ മുൻഗണന വനിതകൾക്കാണ്. ആരായാലും അവരുടെ കാലാവധി 3 വർഷമാണ്. കുറഞ്ഞത് 3 വർഷമെങ്കിലും സാമൂഹിക സേവന രംഗത്ത് അവര് പരിചയം ഉണ്ടാവണം. അതായത് സാമൂഹിക സേവനം ചെയ്തിട്ടുള്ള പരിചയം അവർക്ക് ഉണ്ടാവണം. പ്ലസ് ഒന്ന് സംസ്ഥാന സർക്കാർ ഉദ്യോഗസ്ഥനോ അല്ലെങ്കിൽ സർക്കാർ ഇതര സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രതിനിധിയോ ആര് വേണമെങ്കിലും ആവാട്ടോ. ഇനി അടുത്തത് ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ, അത് ഞാൻ ഇടയിൽ പറയാൻ വിട്ടുപോയി, അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ നമ്മൾ പറഞ്ഞു, ആദ്യം ഒരു പീഡനത്തിന് ഇരയായ സ്ത്രീ വന്നു. വന്നതിന് ശേഷം അവര് എന്താ പറയുന്നത്, പരാതി കൊടുത്തു. ചിലപ്പോൾ പോലീസുകാരന് പരാതി കൊടുക്കും, അല്ലെ? പോലീസ് ഓഫീസിൽ ചെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ ഓഫീസർ കൊടുക്കും, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിന് തന്നെ നേരിട്ട് അവർക്ക് പോയി പരാതി സമർപ്പിക്കാം, അതിനും പറ്റും. അങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പരാതി ആർക്ക് കിട്ടുകയാണ്? മജിസ്ട്രേറ്റിന്റെ മുന്നിൽ പരാതി കിട്ടിയാൽ മജിസ്ട്രേറ്റ് എന്ത് ചെയ്യണം? പരാതി ലഭിച്ച് 3 ദിവസത്തിനകം വാദം കേൾക്കണം. മനസ്സിലായ? എപ്പോഴാണോ മജിസ്ട്രേറ്റിന് പരാതി കിട്ടണേ, ചിലപ്പോൾ മജിസ്ട്രേറ്റിന് ഡയറക്റ്റ് ഇവർ കൊടുക്കാവില്ല. ആരാ കൊടുക്കുന്നുണ്ടാവുക? പ്രൊട്ടക്ഷൻ ഓഫീസർ ആണ്. എങ്ങനെ? ഒരു ഡൊമസ്റ്റിക് ഇൻഷുറൻസ് റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി അദ്ദേഹം കൊടുക്കുകയാണ്. അപ്പൊ അങ്ങനെ പരാതി എവിടെ കിട്ടുകയാണ്? എപ്പോഴാണോ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കിട്ടണേ, കിട്ടിക്കഴിഞ്ഞാൽ 3 ദിവസത്തിനകം വാദം ആര് കേട്ടിരിക്കണം? മജിസ്ട്രേറ്റ് കേട്ടിരിക്കണം. മനസ്സിലായോ? ഇനി 3 ദിവസത്തിനകം വാദം കേൾക്കുക വേണം. കൂടാതെ ആദ്യ വിചാരണ തീയതി എന്നാണോ അന്ന് മുതൽ 60 ദിവസത്തിനകം വിചാരണ പൂർത്തിയാക്കുകയും വേണം. മനസ്സിലായോ? അപ്പൊ നമ്മുടെ മജിസ്ട്രേറ്റിന്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ മെട്രോപൊളിറ്റൻ മജിസ്ട്രേറ്റിന് എപ്പോ പരാതി കിട്ടിയോ, പരാതി കിട്ടി 3ാമത്തെ ദിവസത്തിനുള്ളിൽ പരാതി ുള്ള നടപടിക്രമങ്ങൾ അദ്ദേഹം വിചാരണ തുടങ്ങിയിട്ടുണ്ടാവണം. കാരണം ഇത് ഡൊമസ്റ്റിക് വയലൻസ് ആണ്, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. ഒരു സ്ത്രീക്ക് ഏറ്റ മാനസിക ശാരീരിക പീഡനമാണ്. അപ്പൊ അതുകൊണ്ട് അതിന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട്. 3 ദിവസത്തിനുള്ളിൽ കേട്ടോളണം. പിന്നെ മറ്റു കേസുകളുടെ പോലെ കൊല്ലങ്ങളോളം നീട്ടിക്കൊണ്ട് പോകാനൊന്നും പറ്റില്ല. കേസ് എത്ര സമയത്തിനുള്ളിൽ? 60 ദിവസത്തിനുള്ളിൽ കേസ് തീർപ്പ് കൽപ്പിച്ചോളണം. അങ്ങനെയാണ് പറയണത്. ഇനി അടുത്തത്, ഈ വാദം കേൾക്കാനുള്ള തീയതി. ഇന്നിപ്പോ ഞാനാണ് മജിസ്ട്രേറ്റ്, അപ്പൊ എനിക്ക് ഇന്ന് കംപ്ലൈന്റ് കിട്ടിയിട്ടോ. കംപ്ലൈന്റ് കിട്ടിയ വാദം കേൾക്കാനുള്ള തീയതി നിശ്ചയിച്ചു കൊണ്ടുള്ള ഒരു നോട്ടീസ് ഞാൻ എന്ന മജിസ്ട്രേറ്റ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൊടുക്കുക വേണം. പ്രൊട്ടക്ഷൻ ഓഫീസർ അല്ലേ അവരെ സഹായിക്കണേ, അല്ലെങ്കിൽ അവരെ പ്രൊട്ടക്ട് ചെയ്തോളണേ. അപ്പൊ അതേ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ നമ്മൾ കേസ് വെക്കുന്നുണ്ട് കേട്ടാ എന്ന് പറഞ്ഞു മജിസ്ട്രേറ്റ് ഒരു നോട്ടീസ് ആർക്കും കൊടുത്തോളാം? പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് കൊടുക്കുകയും ചെയ്തോളാം. അങ്ങനെ കേസ് വരികയാണ് കേട്ടോ. അപ്പൊ അങ്ങനെ കേസ് എന്താ പറയാ, ഈ കോടതിയുടെ ഉള്ളിൽ വന്നു. ഇനി നമ്മൾ പറയാണ്, അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് എന്താ പറയാ,
ഈ എന്ത് ചെയ്യാം, ഓർഡറുകൾ, ഈ മജിസ്ട്രേറ്റിന് ഓർഡറുകൾ കൊടുക്കാൻ പറ്റും. മജിസ്ട്രേറ്റ് ആദ്യത്തെ ഒരു കേസും കാര്യങ്ങളൊക്കെ കേട്ടു, രണ്ടും വാദങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞ് മജിസ്ട്രേറ്റ് ഉത്തരവ് പുറപ്പെടുവിക്കുമല്ലോ. അങ്ങനെ പലതരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കാം. അതായത് താമസ സൗകര്യത്തിനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കാം. കാരണം എന്തുകൊണ്ടാ വെച്ചാൽ ആ സ്ത്രീ വീട്ടിൽ നിന്ന് ഇറങ്ങി പൊന്താവും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. അപ്പൊ താമസ സൗകര്യം ഇല്ല, അപ്പൊ താമസ സൗകര്യം കൊടുക്കണം. അതുപോലെ തന്നെ സംരക്ഷണം കൊടുക്കണം, സാമ്പത്തിക പരിഹാരം, കാശ് ഒന്നും ഇല്ലാണ്ടാവും ഇറങ്ങി പോയിണ്ടാവുക. അപ്പൊ ആ കുട്ടിക്ക് മരുന്നിനോ അല്ലെങ്കിൽ അത്യാവശ്യ തുണിത്തരങ്ങൾക്കൊക്കെ സാമ്പത്തികപരമായിട്ടുള്ള ആവശ്യം വേണ്ടി വരാം. ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവുകൾ കൊടുക്കാം. നഷ്ടപരിഹാരത്തിന് താൽക്കാലിക നഷ്ടപരിഹാരം കൊടുക്കാൻ, താൽക്കാലികമായിട്ട് നമ്മൾ കണ്ടിട്ടില്ലേ, പലപ്പോഴും ടി വിയിലൊക്കെ വാർത്ത കേൾക്കുമ്പോൾ കണ്ടിട്ടില്ലേ, താൽക്കാലിക നഷ്ടപരിഹാരമായി ഇത്ര രൂപ അനുവദിക്കാൻ കോടതി പറഞ്ഞു എന്നൊക്കെ പറയണ കേട്ടിട്ടില്ലേ. കസ്റ്റഡി ഉത്തരവുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഉത്തരവുകൾ ആര് പുറപ്പെടുവിക്കും? മജിസ്ട്രേറ്റ്. അപ്പൊ മജിസ്ട്രേറ്റ് പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ 6 ആ 6 നിങ്ങളൊന്ന് പഠിക്കണം. താമസ സൗകര്യത്തിനുള്ള ഉത്തരവ്, സംരക്ഷണ സൗകര്യത്തിനുള്ള ഉത്തരവ്, സാമ്പത്തിക പരിഹാര ഉത്തരവ്, ഇടക്കാല എക്സ് പാർട്ടി ഉത്തരവ്, നഷ്ടപരിഹാര ഉത്തരവ്, കസ്റ്റഡി ഉത്തരവ്. ഈ 6 ഉത്തരവുകൾ ആർക്ക് പുറപ്പെടുവിക്കാം? കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കലേ ആർക്ക് പുറപ്പെടുവിക്കാം? നമ്മുടെ മജിസ്ട്രേറ്റിന് പുറപ്പെടുവിക്കാം കേട്ടോ. അങ്ങനെ മജിസ്ട്രേറ്റ് ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കും. ഇടക്കാലത്ത് ഇന്ന കാര്യങ്ങളൊക്കെ ആ കുട്ടിക്ക് കൊടുത്തോളണം എന്നൊക്കെ പറയും. അതിനുശേഷം 60 ദിവസത്തിനകം മജിസ്ട്രേറ്റ് ഒരു തീരുമാനത്തിലെത്തും. കേസ് വിധിയാവൂലോ 60 ദിവസത്തിനുള്ളിൽ. അങ്ങനെ വിധിയായി ആ ഉത്തരവിൽ, അത് ഉത്തരവാണല്ലോ, മജിസ്ട്രേറ്റിന്റെ ഉത്തരവ് ഇന്ന രീതിയിലാണ് വിധി എന്ന് ഉത്തരവില് ആ പാർട്ടിക്ക്, ആ ലേഡിക്ക് അല്ലെങ്കിൽ ആ സ്ത്രീക്ക് തൃപ്തി തോന്നുന്നില്ല, എനിക്ക് ഇത്ര പോരാ എന്നാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പീൽ കൊടുക്കാൻ പറ്റും. അപ്പൊ അപ്പീല് കൈകാര്യം ചെയ്യുന്നത് സെഷൻസ് കോർട്ടാണ്. അപ്പീൽ ആരാ കൈകാര്യം ചെയ്യുക? സെഷൻസ് കോർട്ടാണ്. നോട്ട് ചെയ്യുക. അടുത്തത്, അപ്പീൽ എത്ര ദിവസത്തിനുള്ളിൽ പോണം? എനിക്ക് തൃപ്തിയില്ല എന്ന് വെച്ചാൽ 1 കൊല്ലം കഴിഞ്ഞിട്ട് അപ്പീലിന് പോയാൽ പോരാ. എങ്ങനെ പോണം? 30 ദിവസത്തിനുള്ളിൽ പോണം. അപ്പൊ അപ്പീല് 30 ദിവസത്തിനകം കൊടുക്കണം. അപ്പീൽ കൈകാര്യം ചെയ്യുന്നത് സെഷൻസ് കോർട്ടാണ്. തൃപ്തി ഇല്ലെങ്കിൽ നമുക്ക് എന്തിനു പോവാം? ഉത്തരവിന് പോവാം. സോറി, അപ്പീലിന് പോവാം കേട്ടോ. ഇനി അടുത്തത്, അതിനു മുമ്പ് വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മൾ ഉത്തരവ് ഈ കോടതിയിൽ വാദം നടക്കുക കേട്ടോ. അപ്പൊ വാദം നടക്കുമ്പോ ഒരു ചില സമയത്ത് കോടതി നടപടിക്രമങ്ങള് ഇൻ ക്യാമറയിൽ നടത്താം. എന്താണ് ഇൻ ക്യാമറ? ഇൻ ക്യാമറയിൽ നടത്തുക, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഇതിൽ പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഇൻ ക്യാമറ ഒരു വെറൈറ്റി വേർഡാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു, വ്യത്യസ്തമായിട്ടുള്ള ഒരു വേർഡാണല്ലോ. ഇൻ ക്യാമറയൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മൾ നേര് സിനിമ കണ്ടിട്ടുള്ള കുട്ടികളാണെങ്കിൽ കേട്ടിട്ടുണ്ടാവും. നമ്മൾ കണ്ടില്ലേ, അപ്പോ ജഡ്ജിയുടെ മുന്നിൽ വേറെ ആരുമില്ല. എന്താ പറയുന്നത്, വാദി പ്രതി ഉണ്ട്, അവരുടെ രണ്ടുപേരുടെയും വക്കീൽമാരുണ്ട് അല്ലെ, അത്യാവശ്യം ഓഫീസർമാർ മാത്രമായിട്ട് ചുറ്റും ജനലി വാതിലൊക്കെ അടച്ച് അവരിയ്ക്കുന്നത് കണ്ടില്ലേ നമ്മള്. അപ്പൊ അതിനെയാണ് ഇൻ ക്യാമറ. അപ്പൊ ഇൻ ക്യാമറ എന്ന് പറഞ്ഞ രഹസ്യ വിചാരണ എന്നോ അല്ലെങ്കിൽ എന്താ പറയുക സ്വകാര്യത എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ചില അവസരങ്ങളിൽ കോടതി നടപടിക്രമങ്ങൾ, ഈ ഡൊമസ്റ്റിക് വയലൻസിന്റെ കീഴിലുള്ള കോടതി നടപടിക്രമങ്ങൾ ഇൻ ക്യാമറയിലും നടത്താം. അപ്പൊ കോടതിക്ക് സ്വയം തോന്നുകയാണെങ്കിൽ ഇൻ ക്യാമറയിൽ നടത്താം. കോടതിക്ക് സ്വയം തോന്നുമ്പോൾ മാത്രമല്ല, കേസിന്റെ സാഹചര്യങ്ങൾ ശരിയാണെന്ന് കോടതിക്ക് സ്വയം തോന്നുകയാണ്. ഈ കേസ് പോണത് ശരിയായിട്ടുള്ള വഴിയാണല്ലോ, ഈ പെങ്കൊച്ചിന് ശരിക്കും ഗാർഹിക പീഡനം അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടല്ലോ എന്നൊക്കെ കോടതിക്ക് സ്വയം തോന്നുമ്പോ ആ മജിസ്ട്രേറ്റിന് തന്നെ തീരുമാനിക്കാം ഇൻ ക്യാമറയിൽ നമുക്കിത് നടത്താം. ഇനി അതല്ല, മജിസ്ട്രേറ്റിനല്ല തോന്നണേ, ഇപ്പൊ 2 കക്ഷികളുണ്ട് അല്ലെ, അപ്പോ വാദിക്കായാലും പ്രതിക്കായാലും ആർക്കായാലും അവരാരെങ്കിലും പറയാണ് ഞങ്ങൾക്ക് ഇൻ ക്യാമറയില് ഇതില് പരിപാടി നടത്തണം അല്ലെങ്കിൽ വാദം നടത്തണം എന്ന് പറയുകയാണെങ്കിലും കോടതി അങ്ങനെ ഇൻ ക്യാമറയിൽ ചെയ്തു കൊടുക്കുക. അപ്പൊ ഇൻ ക്യാമറ ക്ലിയർ ആയല്ലോ ട്ടാ. ഇനി അടുത്തത്, ഈ ഇടയ്ക്കൊക്കെ ഉത്തരവുകളൊക്കെ പുറപ്പെടുവിക്കുന്നുണ്ടല്ലേ കോടതി, ഇടക്കാല ഉത്തരവുകളൊക്കെ. അങ്ങനെ ഈ ഉത്തരവുകളും പ്രൊട്ടക്ഷൻ ഓർഡറുകളൊക്കെ പുറപ്പെടുവിച്ചിട്ട് ആ ഓർഡർ പ്രൊട്ടക്ഷൻ ഓഫീസർ ഓർഡർ ലംഘിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രൊട്ടക്ഷൻ ഓർഡറോ ഇടക്കാല പ്രൊട്ടക്ഷൻ ഓർഡറോ എതിർകക്ഷി ലംഘിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? എതിർകക്ഷി ലംഘിച്ചാൽ കേട്ടോ. അപ്പൊ പറയാണ്, നിങ്ങള് ഈ കുട്ടിക്ക് ഒരു 10,000 രൂപ താൽക്കാലിക സാമ്പത്തിക ആശ്വാസമായിട്ട് ഇപ്പൊ കൊടുത്തോളാം എന്ന് എതിർകക്ഷിയോട് പറയാണ് കോടതി. അപ്പോ അങ്ങനെ കൊടുത്തില്ല എന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ പിഴയോ അല്ലെങ്കിൽ രണ്ടും കൂടിയോ എതിർകക്ഷി അനുഭവിക്കേണ്ടി വരും. അപ്പൊ പ്രൊട്ടക്ഷൻ ഓർഡറോ ഇടക്കാല പ്രൊട്ടക്ഷൻ ഓർഡറോ എതിർകക്ഷി ലംഘിച്ചാൽ എതിർകക്ഷിക്ക് 1 വർഷം വരെ തടവ് ശിക്ഷയോ 20,000 രൂപ പിഴയോ രണ്ടും കൂടിയോ നേടേണ്ടി വരും. അടുത്തത്, പ്രൊട്ടക്ഷൻ ഓഫീസർ കോടതി നിർദ്ദേശിച്ച പ്രൊട്ടക്ഷൻ ഉത്തരവില്
പറഞ്ഞ അനുസരിച്ചിട്ടുള്ള ചുമതല കൃത്യമായിട്ട് ചെയ്തില്ല എന്ന് വിചാരിക്കുക. പ്രൊട്ടക്ഷൻ ഓഫീസർ ഒരു കടമയുണ്ട്, ഈ കുട്ടിയെ സംരക്ഷിക്കണം, പല രീതിയിലുള്ള സംരക്ഷണങ്ങൾ അദ്ദേഹം കൊടുക്കേണ്ടതാണ്. അദ്ദേഹത്തിന്റെ ചുമതല അദ്ദേഹം നിറവേറ്റിയില്ലെങ്കിൽ 1 വർഷം വരെ ആകാവുന്ന തടവ്, 20,000 രൂപ പിഴ, അല്ലെങ്കിൽ രണ്ടും ഒന്നും തന്നെയാണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പൊ പ്രൊട്ടക്ഷൻ ഓഫീസർ ആയാലും എതിർകക്ഷി ആയാലും രണ്ടുപേരും ഒരുപോലെ ആയപ്പോ അല്ലെ, അവർ ചെയ്യേണ്ട കാര്യം ചെയ്തില്ലെങ്കിൽ അപ്പോ അവിടെ എന്ത് വേണ്ടി വരും? ഇങ്ങനെയുള്ള ശിക്ഷയൊക്കെ അവരും അനുഭവിക്കേണ്ടതായിട്ട് വരും. അപ്പൊ ഇത്രയാണ് നമ്മുടെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് മനസ്സിലായോ കൃത്യമായിട്ട്? ഡൊമസ്റ്റിക് വയലൻസ് ആക്ടില് എന്നാ വന്നേന്നാ പറഞ്ഞത് നമ്മള് 2005 അല്ലെ, മൻമോഹൻ സിംഗിന്റെ കാലത്ത് 2005 സെപ്റ്റംബർ 13 ഡോക്ടർ APJ അബ്ദുൽ കലാം പ്രസിഡന്റ് ആയിരിക്കും. അദ്ദേഹം ഗാർഹിക പീഡന നിയമത്തില് എന്ത് ചെയ്തു? സൈൻ ചെയ്തു. 2006 ഒക്ടോബർ 26 നിലവിൽ വന്നു. 2019 മുതൽ ഇന്ത്യയിൽ എല്ലായിടത്തും ഈ നിയമം ബാധകമായി. അധ്യായം 5 അധ്യായങ്ങളും വകുപ്പുകൾ എത്രയാണ്? 37 ഉണ്ട് അല്ലെ. ഇനി സെക്ഷൻ 3 ശരിക്കും ഡൊമസ്റ്റിക് വയലൻസിന്റെ ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ എതിർകക്ഷിയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ Qയിലാണ്. ഇത്രയൊക്കെ ഓർക്കണം കേട്ടോ നിങ്ങള്. അത് ഇത്ര മാത്രമല്ല, കുറെ കാര്യങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞത് ഞാൻ വെറുതെ ഒന്നും കൂടെ സ്പീഡിലൊന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ. പോലീസ് ഓഫീസർ ഉണ്ട്, പ്രൊട്ടക്ഷൻ ഓഫീസർ ഉണ്ട്, സർവീസ് പ്രൊവൈഡർ ഉണ്ട്, ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ഡൊമസ്റ്റിക് വയലൻസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊരു നിയമ വിദ്യാർത്ഥിയൊന്നും അല്ല കേട്ടോ. അപ്പോ അതുകൊണ്ട് തന്നെ എൻ്റെ പരിമിതമായിട്ടുള്ള അറിവിൽ വെച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് വായിച്ച് മനസ്സിലാക്കി, നിയമമൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾക്ക് ഇത് ഞാൻ നോട്ട് തന്നിട്ടുള്ളത്, അതായത് ഈ ക്ലാസ് തന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങളൊന്നൊരു കമന്റ് ഇടുക. അപ്പൊ അത് എനിക്കതൊരു സന്തോഷമാവും. ഞാൻ ഈ ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിക്ക് ഒരു റിസൾട്ട് കിട്ടിയ പോലെ ആയില്ലേ. അത് പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, എന്തായാലും അറിയാനുള്ളത്. നെഗറ്റീവ് റിസൾട്ട് ആണെങ്കിൽ ആയിക്കോട്ടെ, അപ്പൊ എന്നെ കുറച്ചും കൂടി എനിക്ക് നന്നാക്കാൻ നിങ്ങളുടെ ആ ഒരു എന്താ പറയാ അഭിപ്രായം കൊണ്ട് സാധിക്കുമല്ലോ. അപ്പൊ നിങ്ങൾ കമന്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടു, ഉപകാരപ്രദമാണെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്ന കുട്ടികൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതോടൊപ്പം ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുമ്പോൾ ഓരോ ദിവസവും ഞാൻ 8 മണിക്ക് ശേഷം അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുകയും ചെയ്യും കേട്ടോ. അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ.